സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പാർക്കോഴ ആരോപണത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. മദ്യനയമാറ്റത്തിൽ മന്ത്രിതല ചർച്ച നടന്നെന്ന് വി.ഡി. സതീശൻ. അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് വി. മുരളീധരൻ. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമകളുടെയും മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച്. അവയവക്കടത്തിൽ അന്വേഷണം തമിഴ്നാട്ടിലേക്ക്. കേസിലെ കണ്ണികളും ഇരകളും തമിഴ്നാട്ടിലുണ്ടെന്ന് പ്രതി സബിത്തിന്റെ മൊഴി. കണ്ണൂരിലെ ഇടനിലക്കാരൻ ബെന്നിക്കെതിരെ ഇരയുടെ വെളിപ്പെടുത്തൽ. ബെന്നി 40 ലക്ഷം കൈപ്പറ്റിയെന്ന് യുവതി 20 ലക്ഷം ആവശ്യപ്പെട്ടതായി ബെന്നിയുടെ പ്രതികരണം. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടത്തല്ല്. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവർത്തകർ തമ്മിൽ തല്ലി. നിരവധി പേർക്ക് പരിക്ക്. റിപ്പോർട്ട് തേടി KPCC. കാസർഗോഡ് പീഡനക്കേസിൽ പ്രതിയുടെ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം. പ്രതിക്കെതിരെ വേറെയും പോക്സോ കേസുകൾ. പ്രതി സലീമിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തം. 7 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. 5 പേർ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ. ദാരുണ സംഭവം ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്ത്. IPL-ൽ ഇന്ന് കലാശ പോരാട്ടം. കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്കിൽ.